സിവിൽ സർവീസിലെ ഗ്രൂപ്പ് ബി സർവീസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, സിവിൽ സർവീസിലെ സർവീസുകളെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ സർവീസസ്, 2 ഗ്രൂപ്പ് എ സർവീസസ്, 3 ഗ്രൂപ്പ് ബി സർവീസസ്. ഇതിൽ ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ചും ഗ്രൂപ്പ് എ സർവീസുകളെ കുറിച്ചും നമ്മൾ മുമ്പ് വിശദമായി പരിചയപ്പെട്ടു. ഇനി ഗ്രൂപ്പ് ബി സിവിൽ സർവീസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, ഡാൻ IAS, ഡാൻ IPS, പോണ്ടിച്ചേരി സിവിൽ സർവീസ്, പോണ്ടിച്ചേരി പോലീസ് സർവീസ് എന്നീ സർവീസുകളാണ് UPSCയുടെ സിവിൽ സർവീസ് എക്സാം വഴി വരുന്ന ഗ്രൂപ്പ് ബി സർവീസസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് ഗ്രൂപ്പ് ബി സർവീസുകളുണ്ട്. എന്നാൽ സിവിൽ സർവീസ് എക്സാം വഴിയുള്ള ഗ്രൂപ്പ് ബി സർവീസുകൾ എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. നമുക്ക് ഓരോ സർവീസുകളെ കുറിച്ചും വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ ആംഡ് ഫോഴ്സിനും മറ്റു ഇന്റർ സർവീസ് ഓർഗനൈസേഷൻസിനും ബേസിക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് പ്രതിരോധ മന്ത്രാലയമാണ്. ആൻഡ് ദ ഹെഡ് ഓഫ് ദിസ് സർവീസ് ഈസ് ഡിഫൻസ് സെക്രട്ടറി. ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി, ഡാമൻ DU അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡാൻ IAS എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ പേര് ഡാൻ ICS എന്നായിരുന്നു. അല്ലെങ്കിൽ ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി, ഡാമൻ DU സിവിൽ സർവീസ് എന്നായിരുന്നു ഇത് മുമ്പ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തലസ്ഥാന നഗരിയായ ഡൽഹിയുടെയും മറ്റു കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിന് വേണ്ടിയാണ് ഈ ഒരു സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡാൻ IASലുള്ള ഓഫീസറുടെ റിക്രൂട്ട്മെൻറ്റ് ഡൽഹിയിലാണെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. അവിടെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് SDM അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കളക്ടർ പോസ്റ്റ് ആയിരിക്കും. ഇനി ഡെപ്യൂട്ടേഷനിലാണെങ്കിൽ ഡൽഹിയിലെ വിവിധ ഓട്ടോണമസ് ബോഡീസിലും അല്ലെങ്കിൽ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടും പോസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഡാൻ IASലെ ഓഫീസേഴ്സിന് വിവിധ യൂണിയൻ ടെറിട്ടറീസിലും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സീനിയോറിറ്റിക്ക് അനുസരിച്ച് അവർക്ക് സീനിയർ ഗ്രേഡിലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയും കൂടാതെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ആദ്യത്തെ കേഡറായിട്ടുള്ള AGMUTയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാനുള്ള അവസരവും അവർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഗ്രൂപ്പ് ബി സിവിൽ സർവീസാണ് ഡാൻ IPS എന്ന് പറയുന്നത്. ഡാൻ IPSൻ്റെ ഫുൾ ഫോം NCT ഓഫ് ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ഡാമൻ ആൻഡ് DU, ദാദ്ര നഗർ ഹവേലി പോലീസ് സർവീസ് എന്നുള്ളതാണ്. ഡൽഹിയിലെയും മറ്റു കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഫെഡറൽ പോലീസിൻ്റെ ഭാഗമാണ് ഡാൻ IPS എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് മെട്രോപൊളിറ്റൻ പോലീസ് സർവീസ് ആയിട്ടുള്ള ഡൽഹി പോലീസിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതും ഡാൻ IPS ആണ്. ആൻഡ് ദ കൺട്രോളിംഗ് അതോറിറ്റി ഓഫ് ഡാൻ IPS ഈസ് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ്. ഗ്രൂപ്പ് ബി സർവീസിലെ അടുത്ത സർവീസാണ് പോണ്ടിച്ചേരി സിവിൽ സർവീസ് എന്ന് പറയുന്നത്. പ്രൊബേഷനിലുള്ള ഒരു പോണ്ടിച്ചേരി സിവിൽ സർവീസ് ഓഫീസർക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ പാരൻ്റൽ ഗവൺമെൻറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. മാത്രമല്ല, they will also get a chance to become the chairman or member of the commission or an officer in the Ministry of Home Affairs. പോണ്ടിച്ചേരി സിവിൽ സർവീസിലെ ഓഫീസർക്ക് പോണ്ടിച്ചേരി അഡ്മിനിസ്ട്രേഷനിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി വർക്ക് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അവസാനത്തെ ഗ്രൂപ്പ് ബി സിവിൽ സർവീസാണ് പോണ്ടിച്ചേരി പോലീസ് സർവീസ് എന്ന് പറയുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് പ്രൊബേഷനിൽ വരുന്ന ഒരു പോണ്ടിച്ചേരി പോലീസ് സർവീസ് ഓഫീസറെ SP-യുടെ കീഴിൽ 6 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വിടുന്നതായിരിക്കും. റെഗുലർ സർവീസ് അനുസരിച്ച് 3 വർഷം കൂടുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ പോണ്ടിച്ചേരി പോലീസ് സർവീസിലുള്ള ഓഫീസർക്ക് പ്രൊമോഷൻ ലഭിക്കാവുന്നതുമാണ്. പോണ്ടിച്ചേരി പോലീസ് സർവീസിൽ ഇൻസ്പെക്ടർ ജനറലായും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് വരുന്നതാണ്. സിവിൽ സർവീസിലെ മൂന്നാമത്തെ ടൈപ്പ് സർവീസായ ഗ്രൂപ്പ് ബി സിവിൽ സർവീസിനെ കുറിച്ചാണ് ഇപ്പോൾ നാം പരിചയപ്പെട്ട് കഴിഞ്ഞത്. ഇതോടുകൂടി സിവിൽ സർവീസിലെ എല്ലാ സർവീസുകളെക്കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.